ഏതോ ആന ചിഹ്നം വിളിക്കുകയാണെന്ന് പ്രേക്ഷകർ വിചാരിച്ചു അല്ലേ? ഒരു ആന ചിഹ്നം വിളിച്ചതാ. അത് കനങ്കോലു എന്ന ആന ചിഹ്നം വിളിച്ച വിവരത്തെക്കുറിച്ച് റോഷിപാലുണ്ട്. റോഷിപാലാണ് നമ്മുടെ ബ്രേക്കിംഗ് വാർത്തയുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ഈ ബ്രേക്കിംഗ് അലാമിന്റെ ഉടമ നമ്മുടെ റോഷിപാലാണ്. റോഷി എന്ന് തന്നെ ആ വാർത്ത എന്താണെന്ന് പ്രേക്ഷകരോട് പറയും. റോഷിപാൽ, എന്താണ് ആ ബ്രേക്കിംഗ് വാർത്ത? അലാറം കേട്ടു, പ്രേക്ഷകർ പല കാര്യങ്ങളിൽ ആലോചനകൾ പോകും, അവരെ നമുക്ക് ടെൻഷൻ അടുപ്പിക്കേണ്ട. ആ ബ്രേക്കിംഗ് വാർത്ത റോഷിപാൽ തന്നെ പറഞ്ഞോളൂ. അരുൺകുമാർ, നമുക്കറിയാം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത് കനഗോലുവാണ്. സുനിൽ കനഗോലു ഏറെക്കാലമായി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഒക്കെ കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കാൻ അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് സുനിൽ കനഗോലു തന്നെയാണ്. അങ്ങനെ സുനിൽ കനഗോലും സംഘവും സംസ്ഥാനത്ത് ഏതാണ്ട് 1.5 വർഷത്തിലേറെയായി ക്യാമ്പ് ചെയ്യുകയാണ്. അവർ നടത്തിയ പഠനങ്ങൾ, പല സർവേകളുണ്ട്. ആ സർവേകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവേ റിപ്പോർട്ടിന്റെ പകർപ്പാണിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ഒരുപക്ഷെ അവർ ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കുന്ന, മുതിർന്ന നേതാക്കൾക്ക് മാത്രം അറിയുന്ന ഒരു സർവേ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുമെന്ന മുന്നറിയിപ്പാണ് കനഗോലുവിന്റെ റിപ്പോർട്ടിലുള്ളത്. അതിൽ ഇരു മുന്നണികൾക്കും, LDF-നും UDF-നും ഏതാണ്ട് 40% വോട്ട് പിടിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. 15% വോട്ട് NDAക്ക് ലഭിക്കുമെന്ന് പറയുന്നു. ഏതാണ്ട് ഒരു 4% വരെ വോട്ട് മറ്റുള്ളവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ 2 മുതൽ 4% വരെയുള്ള വോട്ടുകൾ ലഭിക്കുമെന്ന സൂചന കൂടിയാണ് സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ടിലുള്ളത്. അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കും സംസ്ഥാനത്ത് നടക്കുക എന്ന ഒരു മുന്നറിയിപ്പ് അത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കാണ് അത് നൽകുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട യോഗത്തിൽ സുനിൽ കനഗോലുവും സംഘവും അവതരിപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ ഭാഗമാണത്. മറ്റൊന്ന്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എന്താണ് സംഭവിച്ചതെന്ന് സുനിൽ കനഗോലുവും സംഘവും പരിശോധിച്ച് കണ്ടെത്തുന്നു. അതിൽ സംസ്ഥാനത്ത് 4 ജില്ലകളിൽ കോൺഗ്രസ് പാർട്ടി ദുർബലമാണെന്ന് സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അത് തിരുവനന്തപുരം, പാലക്കാട്, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ പാർട്ടി ദുർബലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ പ്രതീക്ഷയുണ്ട് കോൺഗ്രസിന്. കാരണം അവിടെ സംസ്ഥാനത്ത് ലഭിച്ച വോട്ടിംഗ് പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ അവിടെ വോട്ട് ഉയർന്നു നിൽക്കുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതാണ് ആ കനഗോലുവിന്റെ റിപ്പോർട്ടിൽ പ്രതീക്ഷയായി പറയുന്നത്. NDA 14 സീറ്റുകളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതായി സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈഴവ നായർ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ NDAക്ക് വോട്ട് വർദ്ധിച്ചു. ഈഴവ നായർ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലാണ് NDAക്ക് വോട്ട് വർദ്ധിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കോൺഗ്രസിന്റെ 4 സിറ്റിംഗ് സീറ്റുകളിൽ NDAക്ക് 10% വോട്ടാണ് വർദ്ധിച്ചതെന്ന് സുനിൽ കനഗോലും സംഘവും തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ മണ്ഡലങ്ങൾ, ഒന്ന് തിരുവനന്തപുരത്ത് കോവളമാണ്, രണ്ടാമത്തേത് കൊല്ലം, പിന്നീട് കരുനാഗപ്പള്ളി, കോട്ടയം മണ്ഡലങ്ങൾ. കോൺഗ്രസിന്റെ കരുത്തുറ്റ കോട്ടകളിൽ NDAക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10% വോട്ട് വർദ്ധിച്ചു എന്നത് അത് ജാഗ്രതയോടെ കാണേണ്ടതാണെന്ന മുന്നറിയിപ്പ് കനഗോലു നൽകുന്നുണ്ട്. അതിനൊപ്പം മുസ്ലിം വോട്ടുകൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി ഏകോപിപ്പിക്കപ്പെട്ടു. എന്നാൽ ക്രൈസ്തവ വോട്ടുകൾ അതുപോലെ ഏകോപിപ്പിക്കപ്പെട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ദുർബലമായ ജില്ലകളിൽ പാർട്ടി കൂടുതൽ ശക്തമാക്കണം എന്ന നിർദ്ദേശം കൂടി പറയുന്നുണ്ട്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത് വെല്ലുവിളിയായി മാറും. കാരണം കോൺഗ്രസിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് UDF-നെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. കാരണം കഴിഞ്ഞ തവണ UDF-ന് ഭരണം പിടിക്കാൻ പറ്റിയിട്ടില്ല. വലിയ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ്. ഈ തവണ UDF-ന് അനുകൂലമായ സാഹചര്യമുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. അതിനിടയിലാണ് ഈ സുനിൽ കനഗോലും സംഘവും നടത്തിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് 4 ജില്ലകളിൽ അതീവ ദുർബലമാണ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം. അവിടെ മെച്ചപ്പെടുത്തണം, കാര്യങ്ങൾ മെച്ചപ്പെടുത്തണം. അതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരം ആളിക്കത്തിക്കാൻ കഴിയണം. അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകണം. അതിനൊപ്പം തന്നെ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് ജനകീയ യാത്രകൾ സംഘടിപ്പിക്കണം. പ്രധാനപ്പെട്ട നേതാക്കൾ ആ യാത്രകൾ നയിക്കണം, ജനങ്ങളിലേക്ക് ഇറങ്ങണം, ഗൃഹസന്ദർശനം നടത്തി സർക്കാരിനെതിരെയുള്ള സർക്കാരിന്റെ വീഴ്ചകൾ ഒന്നൊന്നായി അവരെ ധരിപ്പിക്കണം. അതിന് ലഘുലേഖകൾ വിതരണം ചെയ്യണം. അങ്ങനെ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ഇവിടെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ LDF-ന്റെ MLA-മാർക്കുള്ള ജനപ്രീതി കുറയ്ക്കാൻ കഴിയില്ല എന്നാണ് കനഗോലും സംഘമടക്കം നൽകുന്ന മുന്നറിയിപ്പ്. ഏതായാലും ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ, തന്ത്രങ്ങൾ UDF ആവിഷ്കരിക്കുന്നത്. വരുന്ന ഏതാണ്ട് 30 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. UDF-ന്റെ നീക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. അത് ഈ കനഗോലും സംഘവും നൽകിയ മുന്നറിയിപ്പ് മറ്റ് സ്വകാര്യ
പോൾ ഏജൻസികൾ സർവേകൾ നടത്തിയ PR കമ്പനികളടക്കം നൽകിയ റിപ്പോർട്ടുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അരുൺകുമാർ, റോഷി, വളരെ പ്രധാനപ്പെട്ട ഇതിലെ നിരീക്ഷണങ്ങളിൽ ഒന്ന് ക്രിസ്ത്യൻസ് വിഭാഗത്തിൽ ഒരു കൺസോളിഡേഷൻ UDFന് അനുകൂലമായിട്ടോ LDFന് അനുകൂലമായിട്ടോ ഉണ്ടായിട്ടില്ല എന്നതുകൂടിയാണ്. ക്രിസ്ത്യൻ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു നേട്ടം UDFന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ശ്രദ്ധേയമായ കാര്യം, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, തൃശൂർ ഇത്രയും ജില്ലകളിൽ, കണ്ണൂരടക്കമുള്ള ജില്ലകളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ UDFന് സാധിച്ചിട്ടില്ല. UDFന്റെ വോട്ട് ഷെയറിൽ ഒരു ഡ്രോപ്പ് സംഭവിച്ചു എന്നുള്ളതാണ് കനകോലു കണ്ടെത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ജില്ലകളിൽ LDFന് ഇപ്പോഴും ശക്തിയായി തന്നെ LDF തുടരുന്നു. LDFന്റെ വോട്ട് ബേസ് ശക്തമാണ്. ഒരു കണക്ക് കൂടി ഞാനതിൽ കണ്ടു റോഷിപാൽ. ആ കണക്ക് ഇങ്ങനെയായിരുന്നു: CPM-ഉം കോൺഗ്രസും മത്സരിച്ച സീറ്റുകൾ താരതമ്യം ചെയ്യുമ്പോൾ CPM കോൺഗ്രസിനേക്കാൾ കുറഞ്ഞ സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഈ കണ്ടസ്റ്റ് ചെയ്ത സീറ്റുകളിൽ വിജയസാധ്യത ഇപ്പോഴും CPM-നാണ് കൂടുതൽ. കോൺഗ്രസിനേക്കാൾ 3% സാധ്യത കണ്ടസ്റ്റ് ചെയ്ത സീറ്റുകളിൽ കോൺഗ്രസിനേക്കാൾ CPM-നുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ കനകോലുവിന്റെ റിപ്പോർട്ടിലുണ്ട്. ആ അർത്ഥത്തിൽ വളരെ കൃത്യമായി 140 മണ്ഡലങ്ങളിലെയും ഡാറ്റ എടുത്തുകൊണ്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. അത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് കൃത്യമായി പറയുന്നില്ല. പക്ഷേ UDFന് ഒരു സ്ലൈറ്റ് എഡ്ജ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടുണ്ട്. UDFന്റെ വോട്ട് ഷെയറിൽ ഒരു വർധനമുണ്ടായിട്ടുണ്ട്. പക്ഷേ 2010 മുതലുള്ള തിരഞ്ഞെടുപ്പുകൾ താരതമ്യം ചെയ്താൽ 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ്, 11 അസംബ്ലി തെരഞ്ഞെടുപ്പ്, 15 തദ്ദേശ തെരഞ്ഞെടുപ്പ്, 16 അസംബ്ലി തെരഞ്ഞെടുപ്പ്, 20 അസംബ്ലി തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, 21 അസംബ്ലി തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കിയാൽ 1.2% വോട്ട് വ്യത്യാസമേ പരമാവധി UDFനുണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ്. പക്ഷേ അവിടെ BJP എന്ന് പറയുന്ന ഫാക്ടറുണ്ട്, അതേഴ്സ് എന്ന് പറയുന്ന ഫാക്ടറുണ്ട്. അതിന്റെ ആനുകൂല്യം LDFന് കൂടി ലഭിക്കുമെന്ന് പറയുമ്പോൾ ഇതൊരു ക്ലോസ് കോൺടെസ്റ്റ് ആണ് എന്നാണ് ഇപ്പോൾ കനകോലു പറയുന്നത്, അല്ലേ റോഷിപാൽ? അരുൺകുമാർ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ വോട്ട് ശതമാനം നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2010 മുതൽ ഇങ്ങോട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത്. ഒരു കടുത്ത മത്സരം, ഒരു ഇഞ്ചോടിഞ്ചുള്ള മത്സരം സംസ്ഥാനത്ത് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ്. അത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടിലാണ്. അതൊരു മുന്നറിയിപ്പ് കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം. അമിത ആത്മവിശ്വാസം പാടില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കാരണം സംസ്ഥാനത്ത് സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരം ഉണ്ടാകണം. എന്തുകൊണ്ട് ഈ സർക്കാർ മാറണം എന്നതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ആവശ്യകത കൂടിയാണ് ഈ കനകോലുവിന്റെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് കനകോലു അടക്കമുള്ള സംഘങ്ങൾ അരുൺകുമാറിനെ അതിൽ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട് 2010 അത് UDF നേടിയ ആ വോട്ട് അത് പിന്നീട് വരുമ്പോൾ അതിൽ വോട്ട് LDF തിരിച്ചു പിടിക്കുന്നുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാകുമ്പോൾ അതിൽ നില മെച്ചപ്പെടുത്തുന്നുണ്ട് LDF എന്നതാണ്. അത് പിന്നീട് അത് പല തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അടിസ്ഥാനമാക്കിക്കൊണ്ട് വല്ലാത്ത പ്രതീക്ഷ ഉണ്ടാകാൻ പാടില്ല എന്ന് അത് AK ആന്റണി തന്നെ കോൺഗ്രസിന്റെ പ്രധാന യോഗത്തിൽ, അത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് നേതാക്കൾക്ക് നൽകിയതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം കണ്ട് വല്ലാതെ ആത്മവിശ്വാസത്തോടെ അടങ്ങി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്നാണ് AK ആന്റണി മുന്നറിയിപ്പ് നൽകിയത്. അത് മനസ്സിലാക്കി തന്നെയാണ് കനകോലുവിന്റെ ഈ റിപ്പോർട്ടൊക്കെ മനസ്സിലാക്കിയാണ് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഇങ്ങനെ ഒരു യാത്ര അത് കാസർഗോഡ് നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള UDF നേതാക്കളുടെ നേതൃത്വത്തിൽ തുടങ്ങിയത്. ഗൃഹസന്ദർശനം നടത്തി. ഇനിയും ഗൃഹസന്ദർശനം പ്രാദേശിക തലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം കൂടി ഹൈക്കമാൻഡ് ജില്ലാ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അരുൺകുമാർ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഞാൻ കനകോലുവിന്റെ റിപ്പോർട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു ഭാഗം ഞാൻ പ്രേക്ഷകർക്ക് വായിച്ചു തരാം. അത് LDFനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും ഒരേപോലെ ആവേശവും ആശങ്കയും ഉണ്ടാക്കുന്നതാണ് ആ വാചകം. ആ വാചകം ഇങ്ങനെയാണ്: 2026 അസംബ്ലി ഇലക്ഷൻ ഈസ് ലൈക്ലി ടു ബി എ ക്ലോസ് കോൺടെസ്റ്റ്. 2026 assembly election is likely to be a close contest. To quote കനകോലു അവതരിപ്പിച്ച റിപ്പോർട്ടിൽ നിന്നുള്ള കൃത്യമായ ഭാഗമാണ് ഞാൻ ഈ വായിക്കുന്നത്. To quote കനകോലു, 2026 assembly election is likely to be a close contest. അതിന്റെ കണക്കുകൾ, വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് ഞാൻ പറയാം.
2010 2011 തദ്ദേശ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇക്കുറി ആവർത്തിക്കുകയാണെങ്കിൽ 40.9% വരെ UDF-നും 40% വരെ LDF-നും നേടിയേക്കാം. വ്യത്യാസം 0.9% മാത്രമായിരിക്കും. അതേസമയം 2020-2021 തദ്ദേശ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ ഇക്കുറി ആവർത്തിക്കുകയാണെങ്കിൽ 42.7 വരെ UDF-ഉം 41.5% വരെ LDF-ഉം നേടിയേക്കാമെന്നാണ്. 1.2% ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നേരിയ ഡിഫറൻസേ ഇപ്പോൾ നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്തുണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് UDF-ന്റെ ചങ്കിടിപ്പുണ്ടാക്കുന്നത്. ടു കോട്ട് കനഗോലു അസംബ്ലി ഇലക്ഷൻ 2026 ഒരു ക്ലോസ് കോൺടെസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. UDF-ന് വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കമില്ല എന്നുള്ളതാണ് കനഗോലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്.